ഇവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നയസമീപനം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ്. ഇപ്പോൾ രാജ്യത്താകെ വർഗീയ സംഘർഷങ്ങളാണ്. വർഗീയ സംഘർഷമില്ലാത്ത ഒരു സംസ്ഥാനമായാണ് കേരളം നിലനിൽക്കുന്നത്. ഇവിടെ വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല, അവർ തലപൊക്കുമ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു പോവുകയാണ്. അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വിവിധ നടപടികൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 1600 രൂപ വീതമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നത്. 60 ലക്ഷത്തിലധികം പേർക്ക് ആ പെൻഷൻ നാം നൽകുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങുമ്പോൾ ആരോഗ്യ മേഖലയെ നല്ല രീതിയിൽ സംരക്ഷിക്കാനാണ് നാം നടപടിയെടുക്കുന്നത്. ആർദ്രം മിഷൻ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന് മാത്രമല്ല, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ നല്ല രീതിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് തലചായ്ക്കാനൊരിടം ലൈഫ് മിഷന്റെ ഭാഗമായി അത് 4.25 ലക്ഷത്തിലധികം വീട് ഇപ്പം നിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കി വീടുകൾ ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലുമാണ്. അതോടൊപ്പം തന്നെ അതിദാരിദ്ര്യം പരിഹരിക്കാൻ കഴിയുന്നൊരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന നവംബർ 1 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. നിയമനം കേരള PSC വഴി പ്രതിവർഷം 30,000-ലേറെ നിയമനങ്ങളാണ് നടക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അത് 1000-ൽ താഴെയാണ്. 1957 നാം ഇവിടെ ഭൂപരിഷ്കരണം നടപ്പാക്കിയതാണ്. 67 കുടികിടപ്പ് അവകാശം നടപ്പിലാക്കി. ഇവിടെ എല്ലാവർക്കും പട്ടയം ഉറപ്പുവരുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി പട്ടയം നല്ല രീതിയിൽ നൽകുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പാഠ്യപദ്ധതി പരിഷ്കരണവും നല്ല നിലയിൽ നടക്കുകയാണ്. അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങി. നമ്മുടെ രാജ്യത്തെ 12 സർവകലാശാലകൾ എടുത്താൽ ആ 12-ൽ 3 കേരളത്തിൽ നിന്നുള്ളതാണ്. ആദ്യത്തെ 12. അതിൽ 9-ാം സ്ഥാനത്ത് കേരള സർവകലാശാല, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ സർവകലാശാല, 11-ാം സ്ഥാനത്ത് മഹാത്മാഗാന്ധി സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല 43-ാം സ്ഥാനത്തുണ്ട്.
ഇത് നേരത്തെ 100 പിറകിൽ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ 100 കോളേജുകൾ, അതിൽ 16 കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്തുള്ളതാണ്. 300 കോളേജുകൾ എടുത്താൽ അതിൽ 71 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. അതിൽ 16 എണ്ണം സർക്കാർ കോളേജുകളുമാണ്. നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത്, അതേസമയം തന്നെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് നല്ല നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. അതിനായി നിക്ഷേപം വലിയ തോതിൽ വരണം. ഇപ്പോൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് നമ്മളാണ്. വളരെ പുറകിലായിരുന്നു നമ്മൾ. ഇവിടെ നിക്ഷേപേ വരൂല എന്നുള്ള കണക്കൂട്ടലായിരുന്നു. പക്ഷെ തുടർച്ചയായി നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്.